الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عن عبد الله بن مسعود عن عبد الله بن عباس رضي الله عنهما قال كان النبي صلى الله عليه وسلم يقول عند الكرب لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم رواه البخاري. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തർജുമാനുൽ ഖുർആൻ ഹബ്റു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ അറിവുള്ളവരായ, ഖുർആനിൻ്റെ വിഷയത്തിൽ മഹാപാണ്ഡിത്യമുള്ളവരായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് ദീനിൽ അഗാധമായ ഇൽമ നൽകണേ, ഖുർആനിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ തഫ്സീർ, അതിൻ്റെ തഅ്വീൽ അദ്ദേഹത്തിന് നീ പഠിപ്പിക്കണേ എന്ന്. അപ്രകാരം ഏറെ മഹത്വമുള്ള സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ്, രണ്ടുപേരും സഹാബിയാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുള്ളയും സഹാബിയാണ്, അബ്ബാസ് രണ്ടുപേരും സഹാബിയാണ്. റളിയല്ലാഹു അൻഹുമാ എന്നവരെ കുറിച്ച് പറയുമ്പോൾ, രണ്ടാളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു, രണ്ടാളുണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇൻദൽ കർബ്, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വ്യസനങ്ങൾ, വിഷമങ്ങൾ, ടെൻഷനുകൾ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. വൈലിൻ ഡിസ്ട്രസ്, എന്തെങ്കിലും മനോവിഷമങ്ങൾ, റമ്മ് വൽഹമ്മ്, അത്തരത്തിലുള്ള മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ദുആ, എന്ന പ്രാർത്ഥന ഏറെ മഹത്വമുള്ള, അല്ലാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനെ പ്രകീർത്തിക്കുന്ന ഒരു വചനമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാനായ അല്ലാഹു അല്ലാതെ വേറൊരു ശക്തിയും വ്യക്തിയും ഒന്നും തന്നെയില്ല. അൽ അസീം, ഏറെ മഹത്വമുള്ളവനാണ്. അസീം എന്ന് പറഞ്ഞാൽ മഹത്വത്തിനുടമയാണ് അവൻ, അസീമാണ്. അൽ ഹലീം, അങ്ങേയറ്റത്തെ ഉദാരനും സബറുള്ളവനും അങ്ങേയറ്റത്തെ വിവേകമുള്ളവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹലീമാണ് അല്ലാഹു, അസീമുമാണ്, ഹലീമുമാണ്. അങ്ങേയറ്റത്തെ സബർ ഉള്ളവനാണ്, മാപ്പാക്കുന്നവനാണ്. തൻ്റെ അടിമകൾ ചെയ്യുന്ന പാപങ്ങളെ മാപ്പാക്കുന്നവനും അവർ ചെയ്യുന്ന തപ്പിന് അപ്പോൾ തന്നെ ശിക്ഷ നൽകാത്തവനുമായ അങ്ങേയറ്റത്തെ ഉദാരനായ ഹലീമായിട്ടുള്ളവനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ആദരിക്കപ്പെട്ടതായ അർശിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ അർശ് അത് ആകാശഭൂമികളെക്കാളും വിശാലമാണ്. അതല്ലെങ്കിൽ ആകാശഭൂമികളെക്കാളും വിശാലമാണ് അവന്റെ കുർസി, അതിനേക്കാളും എത്രയോ വിശാലമാണ് അവന്റെ അർശ്. വസിഅ കുർസിയുസ് സമാവാതി വൽ അർദ് എന്ന് അല്ലാഹുവിന്റെ കുർസിയെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറയും. അല്ലാഹു അർശിൽ ഉപവിഷ്ടനായി എന്നത് അത് അല്ലാഹുവിന്റെ അർശ്, അതിന്റെ ഉടമസ്ഥനാണ് അവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, മഹത്തായ അർശിന്റെ റബ്ബായ അല്ലാഹു, അവനല്ലാതെ ആരാധനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ഏഴാകാശങ്ങളുടെ, ഏഴ് ഭൂമികളുടെ, അതുപോലെ തന്നെ മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദിന്റെ വലിയ അല്ലാഹുവിൽ ബലമേൽപ്പിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന ഒരു പ്രാർത്ഥനാ വചനമാണ്, ദുആ ആണ്. ഈ ഡിസ്ട്രസ്, ടെൻഷനുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഏത് സന്ദർഭത്തിലും, സന്തോഷത്തിലും സന്താപത്തിലും വിഷമത്തിലും അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഘട്ടങ്ങളിലുമെല്ലാം നമുക്ക് അവലംബിക്കാനുള്ളത്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനെ കൊണ്ട് മാത്രമേ നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ഇല്ലാതാക്കി തരാൻ കഴിയുകയുള്ളൂ. മറ്റൊന്നുകൊണ്ടും നമ്മുടെ വിഷമങ്ങൾ, മനോദുഃഖങ്ങൾ നീക്കിത്തരാൻ സാധ്യമല്ല. ആളുകൾ പലതിനെയും സമീപിക്കുകയും പലരെയും കാണുകയും അതുപോലെ തന്നെ പലതിനും അഡിക്റ്റ് ആവുകയും ചെയ്യാറുണ്ട്. ജീവിതത്തിൽ സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവുമായ പ്രോബ്ലങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ പലതിനും അഡിക്റ്റ് ആവും. ടെൻഷനാണ്. അതുകൊണ്ട് സ്മോക്കിംഗ് തുടങ്ങി, അതുപോലെ തന്നെ ഡ്രിങ്കിങ്, അതെ, കള്ളു കുടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇങ്ങനെ ഹറാമായതിലേക്കാണ് ആശ്വാസം കണ്ടെത്തി പലരും പോകാറുള്ളത്. എന്നാൽ ഒരു ഈമാനുള്ള, ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ടെൻഷനും അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്, അവന്റെ ഖൽബ് ശാന്തമാകുന്നത്, സമാധാനം അടയുന്നത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, അല്ലാഹുവിനെ ഓർക്കുക. അവനാണ് നമുക്ക് ലൈഫ് തന്നത്, ജീവൻ നൽകിയത്, ജീവിതം നൽകിയത്, ആയുസ് തന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനെ കൊണ്ട് മാത്രമേ നമ്മുടെ എല്ലാ ദുരിതങ്ങളും നീക്കിത്തരാൻ സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ദുആയാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം ദുആ ചെയ്യുന്ന, അവനിൽ മാത്രം പരമേൽപ്പിക്കുന്ന, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.